നിങ്ങളാവുമ്പോ പിറവാങ്ങി ദുഃഖം മറക്കാനെന്ന് പറയും. നമസ്കാരം, ബാബുരാജ് അമ്പലപ്പാറയാണ്. എൻ്റെ നാട്ടിൽ, അതായത് അമ്പലപ്പാറയിൽ ഉള്ള ക്ഷേത്രമാണ് മുതലപ്പാറക്കാവ്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഈ സിനിമയിൽ സുഹൃതം, അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ നീശമാധവൻ, പിന്നെ ലാലേട്ടൻ്റെ വടക്കുനാഥനും കുറച്ച് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഷൂട്ടിംഗ് ചെയ്ത ചില ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അതിൽ സുഹൃത്തിലായാലും മീശമാധവനിലൊക്കെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കാവിൽ വെച്ചിട്ട്. മീശമാധവനിലെ ആ ലാസ്റ്റ് സീനൊക്കെ ഉണ്ടല്ലോ, ക്ലൈമാക്സ് സീനൊക്കെ ഫുള്ളായിട്ട് ഈ കാവിലാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ സുഹൃത്ത് സിനിമയിൽ മമ്മൂക്കയുടെ ഭാഗമുണ്ട്, മമ്മൂക്ക, നരേന്ദ്രപ്രസാദ്, അങ്ങനെയുള്ള മെയിൻ ഭാഗങ്ങളൊക്കെ ഈ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത്. അതിലേക്ക് നമുക്ക് വരാം. ഇന്ന് 2026 ഏപ്രിൽ 18 ഞങ്ങളുടെ കാവിലത്തെ പൂരാണ്. അതായത് മേൽപ്പറഞ്ഞ കാവിലത്തെ മുതലപ്പാറ കാവിലത്തെ പൂരാണ്. അപ്പോൾ അമ്പലപ്പാറ സെൻട്രലിലുള്ള പൂര കമ്മിറ്റിയുടെ പൂരം കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇതാണ് അമ്പലപ്പാറ അങ്ങാടി. പൂരം കാവിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കുമാനത്തിലാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അമ്പലപ്പാറ സെൻറ്ററിൽ നിന്ന് കാവിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോൾ കാണുന്നത് അമ്പലപ്പാറ സെൻട്രൽ പൂര കമ്മിറ്റിയുണ്ട്. ഒരുപാട് പൂര കമ്മിറ്റികളുണ്ട് ഇവിടെ. ഇത് അമ്പലപ്പാറ സെൻട്രൽ പൂര കമ്മിറ്റി ഒരുപാട് കാലപ്പഴക്കമുള്ള കമ്മിറ്റിയാണ്. അവർ മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏകദേശം 10:30 ഇവിടെ മേളം തുടങ്ങും. അതിനുശേഷം ആന വരും. ആനയുടെ നെറ്റിപ്പട്ടം കെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. മേളം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേളം കാണാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിനി കാവിലേക്ക് പോകണം. കാരണം ഇപ്പോൾ പോയാലാണ് തിരക്കില്ലാതെ അവിടെ നമ്മുടെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ കാവിലേക്ക് പോകാം. മീശമാധവനിൽ കാണുന്ന ഫ്രണ്ട് ഗേറ്റിൻ്റെ, കാവിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ തടിച്ച കാലുണ്ടല്ലോ, ഗേറ്റ് വെച്ചത്, അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കരിങ്കല്ലിൻ്റെ സ്ലിമ്മായുള്ള കാലൊക്കെ. ഇതാണ്ടോ ഈ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ടിങ് നടന്നത്. ആ ഭാഗം, ആ വഴിപാടിൻ്റെ കാര്യം പറയണതൊക്കെ. അങ്ങനെ രസമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം. ഇതാ ജ്യോതിർമയി വലുത്തിടണു, ദിലീപേട്ടൻ നിൽക്കണു. ഇതൊക്കെ ഈ ഭാഗത്താണ്, അതേ ഭാഗത്താണ് ലൊക്കേഷൻ. ഇത് കാവിൻ്റെ ഊട്ടുപുര ഭാഗമാണ്, ആ തെക്ക് ഭാഗം. അതെ വരേ, ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സുരുകി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എൻ്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയം ഉണ്ടോ? ഇതപ്പോൾ ഈ കാണുന്ന സീനുണ്ടല്ലോ, അതിൽ നേരെ കാണുന്ന ഭാഗമാണ് ഈ കല്ലിൻ്റെ വിളക്ക് നിൽക്കുന്ന ഭാഗം. അത് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഈ പടത്തിൽ ഏറ്റവും രസകരമായൊരു സീന് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇതാ കണ്ടില്ലേ? ഈ കാവിൻ്റെ ബാക്ക് വശത്താണ്, ബാക്ക് വശത്തെ എൻട്രൻസിലാണ് ഈ ഭാഗം ഷൂട്ട് ചെയ്തത്. എന്താ പുരുഷേട്ടാ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തു പോയി. ശരിക്കും നല്ല രസമായിട്ടുണ്ടല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതാ ഈ സീനിൽ കണ്ടില്ലേ, ദിലീപേട്ടൻ്റെ ഈ സീനിൽ 2 വയസ്സായ അമ്മമാർ കയറി പോകുന്നുണ്ടോ? അതിൽ ആദ്യം കയറി പോണത് എൻ്റെ അമ്മയാണ്. ഇനി നമുക്ക് മമ്മൂക്കയുടെ സുഹൃത്തിനെ പറ്റി നോക്കാം. കണ്ടില്ലേ, നരേന്ദ്രപ്രസാദും കൂടെയുള്ള കഥാപാത്രങ്ങളും. അത് താഴെ കാണുന്നുണ്ടല്ലോ കൂത്തുമാടം, കാവിൻ്റെ കൂത്തുമാടം. അത് അന്ന് ഏകദേശം മഴക്കാലത്താണ് ഷൂട്ട് ചെയ്തത് തോന്നുന്നു. അത് നല്ല പച്ചപ്പുള്ള സമയമാണ്. ഇതിപ്പോൾ ഈ വേനൽക്കാലമല്ലേ, പൂരക്കാലം. അത് കാരണമുള്ള വ്യത്യാസം ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് ഏകദേശം മനസ്സിലാവും. കണ്ടു താഴെ വീഡിയോ, ആ മരം, ആ കാണുന്ന മരം കുറച്ച് വലുതായിരുന്നു, അതൊക്കെ മുറിച്ചു പോയി. ഇതിപ്പോൾ അതിനുശേഷം ഉണ്ടായ മരമാണ്. എവിടെയും ഒരു ഉത്സവം പോലെയാണ്. കണ്ടല്ലേ? സഹതാപം എന്താണ് സത്യത്തിൽ? എനിക്കിത് വന്നില്ലല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ സ്വകാര്യ പ്രകടനം അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ചെണ്ടയടിച്ച് ചാരായത്തിന്റെ ലഹരിയിൽ ആടിപ്പാടിയാണ് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര തമിഴ്നാട്ടില്. സായിപ്പ്
മഹാനായ സാഹിബിന്റെ നാട്ടിലെ സ്ഥിതി വായിച്ചറിവേ ഉള്ളൂ. അടക്കി കഴിഞ്ഞാൽ വീട്ടിൽ വിസ്കിയും വൈനും ഒഴുകുന്നു സമൃദ്ധമായി. പിടവാങ്ങി ദുഃഖം മറക്കാനെന്ന് പറയും. ശല്യം തീർന്നതിന്റെ ആഘോഷമായിട്ടും കരുതാം, അല്ലേ ഡോക്ടർ? ഇതാ ഈ കാണുന്ന കൽവിളക്കാണത്. മമ്മൂക്ക കൈവയ്ക്കണ സീന്. ഇനി നേരെ കാവിലേക്കുള്ള സീന് കാണാം. ഇവിടെ ഒരു ചെറിയ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ അതേ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ സിനിമയിലും ആ ക്യാമറ വെച്ചിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ ആ സീന് വരുന്നേ ഉള്ളൂ. ശരീരത്തിന്റെ മനസ്സിൽ വളരെ തീക്ഷ്ണമായി ഇന്റൻസായി രോഗം തിരിച്ചു കിട്ടണമെന്ന് ശരീരം ആഗ്രഹിച്ചാലും ഫലിക്കണം, അല്ലേ? മണ്ട, മഹാരോഗം തിരിച്ചു കിട്ടാൻ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? വാട്ട് നോൺസെൻസ്. ഈ കാവിൻ്റെ സ്റ്റെപ്പ് കയറി പോണ ആ ഭാഗത്തുണ്ടല്ലോ, കിഴക്ക് ഭാഗം, അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഭാഗം ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇതപ്പോൾ ഈ കാണുമ്പോൾ കാവ് കാണുക. God bless. God bless. God bless. അന്നുണ്ടായിരുന്നാലും ഒരുപാട് മാറ്റം വന്നു കാവിൽ. പൂരം നടക്കുമ്പോൾ ആനകളൊക്കെ നെറ്റിപ്പട്ടിട്ട് നിരത്തി നിർത്തിയിട്ട് പൂരം നടത്താനുള്ള പന്തലൊക്കെ കിട്ടും. കണ്ടോ, ഒരുപാട് ഉയരമുള്ള പന്തലാണ്. അങ്ങനെ പൂരം കാവിലെത്തി ഓരോ പൂരങ്ങളായിട്ട് വരുന്നു. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന സ്ഥലങ്ങളൊക്കെ പൂരം വന്നിട്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞു. കണ്ടില്ലേ, ആനകളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി സമയം. പല പൂരങ്ങളും ഇനി എത്താണ്ട്, ഒരുപാട് പൂര കമ്മിറ്റിക്കാരുടെ പൂരങ്ങൾ എത്താണ്ട്. ഇപ്പോൾ ഓരോ ഇതാ ഈ നടവഴി കൂടെ ഇറങ്ങി വരുന്ന പൂരങ്ങൾ കണ്ടില്ലേ. ഇതാ ഇപ്പോൾ അമ്പലപ്പാറ സെൻട്രൽ പൂര കമ്മിറ്റിയുടെ മേളം പൂരമാണ് ഇറങ്ങി വരുന്നത്. കണ്ടില്ലേ, ആന സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരണം. ഈ സ്റ്റെപ്പിലൂടെ എല്ലാ ആനകളും കിഴക്കേ നടക്കൂടെയാണ് വരിക. ഇപ്രാവശ്യം പൂരം ഏകദേശം ഒരു 10 മണിയായി എല്ലാ പൂരങ്ങളും വന്ന് കാവ് കയറാൻ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം പൂരം കാണാം. പൂരം ഒരു ഏകദേശം 7-7:30 വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ വെച്ചാൽ വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കാവിൻ്റെ ഈ കിഴക്കേ നടയിൽ നിന്നിട്ട് വീഡിയോ എടുത്താൽ എല്ലാ ഭാഗങ്ങളും ക്ലിയറായിട്ട് കാണാൻ പറ്റും. പൂരം കാണാം. ഏറ്റവും നല്ലത് ഈ ഭാഗത്ത് ഇരിക്കുന്നതാണ്. നല്ല രസമാണ് ഇവിടുന്ന് പൂരം കാണാനും കാവിലേക്ക് നോക്കിയിരിക്കാനും. അപ്പോൾ പൂരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേലകളും ആഘോഷങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് എത്തുന്നേ ഉള്ളൂ. ആനകളൊന്നും എത്തിയിട്ടില്ല. ഇപ്രാവശ്യം 10-12 ആന ഉണ്ടായിരുന്നു. ഓരോ ആനകളായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ സിനിമയിൽ കണ്ട അതേ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് നിറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു 7-7:30 വരെ എടുക്കണുള്ളൂ. അതിനുശേഷം എടുക്കാൻ പറ്റില്ല, കാരണം ക്ലിയറായിട്ട് കിട്ടില്ല. ഇതാണ്ടോ, നേരെ ഇരുട്ടായി തുടങ്ങി. ഇപ്പോൾ തന്നെ ക്ലിയർ കമ്മിയായി. ഇതായി നമ്മൾ നേരത്തെ പറഞ്ഞ ആനപ്പന്തലിൽ ആനകൾ വന്ന് നിരന്നിട്ട് പൂരം നടക്കാൻ തുടങ്ങി. അങ്ങനെ 2026 പൂരം അതികേമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഒരുപാട് നന്ദി. ഓക്കെ.